സാർ, ഈ പി എം ശ്രീയുടെ വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ സി പി ഐയും സി പി എമ്മും തമ്മിലൊരു തർക്കം രൂപപ്പെടുകയാണ്. എന്ത് സി പി ഐ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനൊക്കെ പ്രതികരിച്ചത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അത് ഏറെക്കുറെ രാഹുൽ മാങ്കൂട്ടം ചോദിച്ചില്ലേ, ഹൂ കേഴ്സ്? അതുപോലെയാണ് എം വി ഗോവിന്ദൻ സി പി ഐയെക്കുറിച്ചും ബിനോയിസത്തെക്കുറിച്ചും ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, എം വി ഗോവിന്ദൻ അറിയാം സി പി ഐക്ക് ഇതിൻ്റെ താൽമാർത്ഥയില്ലെന്നറിയാം. തങ്ങൾ പുരോഗമനവാദികളാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ സി പി ഐയുടെ. മറ്റെല്ലാ കാര്യങ്ങളും സി പി ഐ വിട്ടുപോയി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫലത്തിൽ നിൽക്കുന്നത് സി പി ഐ ഒന്ന് പോയി കിട്ടാൻ നോക്കിയിരിക്കുകയായിരിക്കും ചിലപ്പോൾ സി പി എം. മുന്നണി വിപുലീകരിക്കാനോ മുന്നണിയിൽ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടാനോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം, കള്ളത്തരത്തിലാണ് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും. ബി ജെ പി ആയിട്ട് ധാരണയെങ്കിൽ സി പി ഐയുടെ ആവശ്യമില്ല പലയിടത്തും. സി പി ഐക്ക് അത്ര വോട്ട് പിടിക്കാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യുവൻസി കൊല്ലം ജില്ലയിൽ കുറേ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ കാണുള്ളൂ. തൃശ്ശൂർ 1-2 ആണ്. അതിനപ്പുറത്തേക്കില്ല. ഒരു 2000 അല്ല 5000 താഴെ വോട്ട് ഒറ്റ പ്രാവശ്യം ഒറ്റയ്ക്ക് നിന്ന് പരീക്ഷിച്ചിട്ടുള്ളൂ, 1965 മാത്രം. പിന്നീടെല്ലാം മുന്നണി സംവിധാനത്തിലാണ്. മുന്നണി സംവിധാനം വന്നുകൂടി കക്ഷികളുടെ യഥാർത്ഥ ശക്തി അറിയാനും പറ്റിയില്ല. അപ്പോൾ ഇതറിയാവുന്നവരാണ് സി പി ഐക്കാർ. വെറുതെ ബാർഗെയിനിങ് നടത്തുന്നവർ. ഞങ്ങൾ മുന്നണിയിൽ പോകും, അല്ലെ ഞങ്ങളുടെ നിലപാട് ഇതാണ്. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ നല്ല പേര് വേണം. ഇത് എന്നാ അവരെന്ത് വിചാരിച്ചാലും നടപ്പാക്കുമെന്ന് ആർക്കറിയാം? ഇവർക്കറിയാം. സി പി ഐക്ക് പിണറായിയേക്കാൾ നന്നായിട്ട് ബിനോയ് വിശ്വത്തിനറിയാം ഈ പരിപാടി പിണറായി മോഡിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ നടന്നിരിക്കും എന്ന് ഉറപ്പ് സി പി ഐക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, സി പി എം എന്തിനാണ് ഇപ്പോൾ ഇത് നടപ്പാക്കാൻ വാശി പിടിക്കണത് എന്നുള്ളത് ഒരു മൾട്ടി-മില്യൺ ക്വസ്റ്റ്യനാണ്. മനസ്സിലാവാത്ത ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പം അത് ഏത് തരത്തിൽ സി പി എമ്മിന് സഹായകരമാകും, അല്ലെങ്കിൽ കേരളത്തിന് സഹായകരമാകും നോക്കണം. ഈ പദ്ധതി തുടങ്ങിയിട്ടാണ്ട് 3 വർഷത്തോളമായി. ഇനി നമുക്ക് കിട്ടുന്ന 2 വർഷമായിട്ട് ഈ 2 വർഷത്തേക്ക് ആനുപാതികമായിട്ടേ കിട്ടുള്ളൂ. കുടിശ്ശികയില്ല. ഡി എ കുടിശ്ശിക എന്നൊക്കെ പറയുന്ന പോലെ കുടിശ്ശികയായിട്ട് ഈ കാശ് കേന്ദ്ര സർക്കാർ തരികയില്ല. അപ്പോൾ മൊത്തം 10, 200, 250 കോടിക്ക് വേണ്ടിയാണ് 1.5 ലക്ഷം 2 ലക്ഷം കോടി ബഡ്ജറ്റുള്ള കേരളത്തിൻ്റെ ഈ 150 കോടിയോ 200 കോടിക്കോ വേണ്ടി ഇത്രയും മോഡിയുടെ മുമ്പിൽ താഴണമോ? അപ്പോൾ ഇതിനേക്കാൾ അപ്പം ഞങ്ങളുടെ പോളിസി നിങ്ങൾ അംഗീകരിച്ചു എന്ന് മോഡിക്ക് കാണിക്കണം. ഇപ്പോൾ അവർ അംഗീകരിക്കാതിരിക്കുന്ന മമതയും സ്റ്റാലിനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അംഗീകരിച്ചു. അപ്പോൾ നാളെ ഇവരോടും പറയാം, അതെ പിണറായി വരെ, ഇരട്ടച്ചങ്കനായ പിണറായി വരെ, ഇടതുപക്ഷത്തിൻ്റെ പുരോഗമനത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്താവായ പിണറായി വരെ ഇത് അംഗീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിച്ചു കൂടാം? പിന്നെ രണ്ടാമത്, ഈ ചരിത്രം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഒത്തിരി തെറ്റായ കാര്യങ്ങൾ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ തിരുത്താൻ ശ്രമിക്കുന്നവരും അതേ പാതയെ പിന്തുടരുന്നെങ്കിലോ? ഗാന്ധിയെ തമസ്കരിക്കുന്ന ഒരു ചരിത്രം വരുന്നെങ്കിൽ എന്താ സംഭവം? അപ്പോൾ അങ്ങനത്തെ ചരിത്രം ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കാരണം ചരിത്രത്തിൻ്റെ ഉത്തരവാദിത്വം ഈ എഴുതുമ്പോൾ പി എം ശ്രീ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സെക്ടറിൽ കൂടെ ഈ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ കൊച്ചു കുട്ടികളെ തൊട്ട് തങ്ങളുടെ നെറേറ്റീവായിട്ടൊരു ചരിത്രത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതല്ല. മനസ്സിലാക്കിക്കുക, പിള്ളേരെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോൾ ഗാന്ധി വധം RSSൻ്റെ അത് കാണില്ലെന്നാണ് പറയുന്നത്. എന്തേ കാണാത്തെ? ഗാന്ധി അത്ര പേടിയാണ്. ഗാന്ധി വധത്തിൽ RSSൻ്റെ പങ്കുണ്ടോ ഇല്ലയോ? രണ്ടാമത്തെ കാര്യം, സവർക്കറുടെ റോൾ എന്തായിരുന്നു? ഇതൊക്കെ പഠിക്കാൻ, ചർച്ച ചെയ്യണ്ടേ? അത് തങ്ങൾക്കിഷ്ടമില്ലാത്ത എന്താണോ മുൻകാല ഗവൺമെൻറ്റുകളും ചരിത്രകാരന്മാരും ചെയ്തിരുന്നത് അതേ രീതി തന്നെ ഇവരും പിന്തുടരുന്നത്. ഓപ്പണായിട്ടൊരു ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ പലരും കാണിയില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രമുണ്ട്. ദേശീയത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മെമ്മറൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപാധി എന്ന് പറയുന്നത് അതിൻ്റെ ധാരണയായി എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണല്ലോ. അല്ല, ഇത് നടപ്പാക്കുക എന്നുള്ള അതിൻ്റെ കൂടെ അത് നടപ്പാക്കണമെങ്കിൽ പിന്നെ അടുത്ത കണ്ടീഷൻസ് വേറെ വരും. വെറുതെ നടപ്പാക്കാൻ പറ്റിയല്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കേണ്ടി വരും. ഇതല്ല, പി എം ശ്രീ രണ്ടാമത് വരുന്നതാണ്. BJP ഗവൺമെൻറ് പിന്തുടരുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കാൻ CPM നിർബന്ധിതരാകും. കാരണം ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു സാധനമാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഒരുപോലെ ഇടപെടാവുന്നൊരു വകുപ്പാണിത്. ഇതാകപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മോഡിക്ക് ആവശ്യം ഞാൻ വരച്ച വരയിൽ പിണറായി വന്നു, അല്ലെങ്കിൽ 250 കോടി കൊടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് വലിയ മടിയൊന്നും കാണിയില്ല. 60% കേന്ദ്രവും 40% സംസ്ഥാനവും കൊടുക്കണ്ടേ. അപ്പോൾ 60% വരുമ്പോൾ 250 കോടി താഴെ വരുള്ളൂ കേരളത്തിന് കിട്ടാനുള്ള തുടങ്ങിക്കഴിഞ്ഞാൽ. ഈ 250 കോടിക്ക് വേണ്ടി കേരളം ഇത്രയും താഴണോ? പിണറായി ഇപ്പം തന്നെ ഒന്ന് കൂനിയാണ് നിൽക്കുന്നത്. ഇനി വീണ്ടും കൂനിക്കഴിഞ്ഞാൽ എന്ത് വികൃതമായിരിക്കും അദ്ദേഹത്തിന് പോകും? കേരള മുഖ്യമന്ത്രിയുടെ പോവുക, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പോവുക, അതിന് കേരളം നിന്നു കൊടുക്കണം. അതാണ് ഇവിടുത്തെ ചോദ്യം.
CPI ചോദിക്കുന്ന ചോദ്യമില്ല. CPIക്ക് അത് നടന്നില്ലെങ്കിലൊന്നും തങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം നാട്ടുകാർ അറിഞ്ഞാൽ മതി, വേറെ യാതൊന്നും അറിയണ്ട. അതിനപ്പുറത്തേക്ക് ഫൈറ്റ് ചെയ്യല്ലോ. എത്രയോ കാര്യങ്ങളിൽ അവർ പുറകോട്ട് പോയിരിക്കുന്നു, എത്രയോ കാര്യങ്ങളിൽ. വനമേഖലയിലെ പട്ടയ ഉൾപ്പെടെ മൂന്നാറിൽ അവരും കൊടുത്തുകൊണ്ടിരിക്കുക പട്ടയം. ഇപ്പോൾ എന്തെങ്കിലും കെയർ ഓഫ് പറഞ്ഞ് ഓരോരുത്തരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിനിങ്ങിന് എടുക്കും. ഈ പരിപാടി ഞങ്ങൾ സമ്മതിക്കണമെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇന്ന പരിപാടി നിങ്ങളും സമ്മതിക്കണം. ഓക്കെ, പ്രതിപക്ഷത്തോട് പറയും നിങ്ങൾ എതിർക്കണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡോടെ പറഞ്ഞു. ആരെങ്കിലും കൊണ്ടിപ്പോൾ MESന് ഒരു 4 സ്കൂള് PM ഈ സ്കീമിൽ പെടുത്തി കൊടുക്കുക, അല്ലെ NSSന് 4 സ്കൂൾ കൊടുക്കുക, SNDPക്ക് 4 സ്കൂൾ കൊടുക്കുക, എല്ലാം ശുഭം. ഈ കാഴ്ചപ്പാടുമായിട്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. ഇത് വിദ്യാഭ്യാസത്തെയോ അതിൻ്റെ പ്രാഥമികമായ ഉദ്ദേശത്തെയോ എന്ത് തരത്തിൽ സഹായിക്കും എന്നാണ് അറിയേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം മൊത്തത്തിൽ മാറ്റി എഴുതേണ്ട, അത് വേറെ കാര്യം, മാറ്റി എഴുതേണ്ടതാണ്. കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞ കാരണമല്ല പറയുന്നത്, വിദ്യാഭ്യാസ ബില്ല് കൊണ്ട് കേരളം നശിച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മം ധാർമ്മികമായി നമ്മുടെ ഒരു കുട്ടികളുടെ നിലവാരം ഉയർത്തലാണെങ്കിൽ ആ അർത്ഥത്തിൽ പരാജയപ്പെട്ടു. ഇന്ന് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ മിക്കവാറും എല്ലാ ഓഫീസിലും, സബ് രജിസ്ട്രാർ ഓഫീസ്, വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഹോസ്പിറ്റൽ, ഇവരുടെ എല്ലാം ഇരിക്കുന്ന ഓഫീസുകളിലിരിക്കുന്നതിൽ 90% ജീവനക്കാരും കൈക്കൂലി മേടിക്കുന്നവരാണ്. ഈ 90% പേരും കേരളത്തിലെ ഏതെങ്കിലും സ്കൂളുകളിൽ തന്നെ പഠിച്ചു വന്നവരാണ്, സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചു വന്നവരാണ്. അതിൻ്റെ അർത്ഥം ധാർമ്മികമായൊരു ബോധം ഈ ജീവനക്കാരിൽ ഉണ്ടാക്കാൻ, അല്ലെ ഇവിടെ പഠിച്ച് കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ നയം പരാജയം തന്നെയാണ്. അതാണ് മനസ്സിലാക്കണം. ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. എത്ര നാളത്തേക്ക് മുമ്പോട്ട് പോകുന്നതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് തൽക്കാലം കുറച്ച് കാശ് കിട്ടാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഇത് ടോട്ടൽ സറണ്ടറിങ് ആണ്. നമ്മുടെ ബംഗ്ലാദേശിലെ സൈന്യം ഇന്ത്യക്ക് മുമ്പിൽ, മാനക്ഷയുടെ മുമ്പിൽ സറണ്ടർ ചെയ്തു. മോദിക്ക് മുമ്പിൽ കാല് കുത്തിയിരിക്കുന്നു. മോഡിക്ക് മുമ്പിൽ കാല് കുത്തിയിരിക്കും. BJPക്ക് ഇത് പറയാം. അവർ പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പരിഷ്കാരങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അവർ ജയിച്ച കക്ഷി, അവർക്ക് പറയാം. അതിന് എതിർക്കാനുള്ള വേറെ മാർക്ക്, ജനാധിപത്യപരമായ മാർഗമുണ്ട്. തമിഴ്നാട് എങ്ങനെ മേടിച്ചെങ്ങനെ ഈ കാശ് അറിയാമോ? തമിഴ്നാടിന് കാശ് എന്താണ് കാശ് അവർ പ്രത്യേക നയമൊക്കെ ഇറക്കിയല്ലോ. അല്ല, നയറൊക്കെയല്ല, തമിഴ്നാടിന് ഈ കാശ് കിട്ടി കോടതി വഴി നിയമപോരാട്ടത്തിൽ കൂടെ ഇവരെന്ത് അതിന് ശ്രമിക്കാത്തത്? അതിൻ്റെ അർത്ഥം ഇത് കിട്ടിയിൽ മോഡിയെ പിണക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. കേസിന് പോയാൽ മോഡിയെ പിണക്കുക, അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറമില്ല.